ദൈവമേ, എൻ്റെ ബുദ്ധിയിലും എൻ്റെ അനുമാനത്തിലും എൻ്റെ ഹൃദയത്തിലും വിചാരത്തിലും നോട്ടത്തിലും കാഴ്ചയിലും ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും ചലനത്തിലും കർത്താവേ നീ ഉണ്ടായിരിക്കണം. എൻ്റെ ബുദ്ധിയിലും അനുമാനത്തിലും ഹൃദയത്തിലും വിചാരത്തിലും നോട്ടത്തിലും കാഴ്ചയിലും ഹൃദയത്തിലും മനസ്സിലും ചിന്തയിലും ചലനത്തിലും കർത്താവേ നീ ഉണ്ടായിരിക്കണമേ. ആമീൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 52 വരെയുള്ള വാക്യമാണ് വായിച്ചു കേട്ട ഭാഗം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 52 വരെയുള്ള വാക്യമാണ്. ആ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. അത് അവസാനിപ്പിക്കുന്നത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ചരിത്ര ഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ട ഈ ഭാഗം. കർത്താവിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നുവെന്നും ബാല്യകാലത്ത് ദേവാലയവുമായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ ബന്ധവും സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ സവിസ്തരം വായിച്ച് കേട്ടത്. എല്ലാ വർഷവും വിദ്യാലയ വർഷാരംഭ സ്തോത്ര ശുശ്രൂഷയിലോ സൺഡേ സ്കൂൾ ദിനത്തിലോ വിദ്യാഭ്യാസ ദിനത്തിലോ വായിച്ച് കേൾക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. അതുകൊണ്ട് എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ. കർത്താവിൻ്റെ കുടുംബ പശ്ചാത്തലം, ബാല്യകാലം ഇവയെക്കുറിച്ച് ഭംഗിയായിട്ട് ഇതിൽ വിവരിക്കുകയാണ്. അവിടെ സമയ ചുരുക്കം കൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് പ്ലേസ് ഗിവൺ ടു സ്പിരിച്വാലിറ്റി. യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തെ സാധാരണ അറിയപ്പെടുന്നത് തിരുക്കുടുംബം എന്നാണ്. നമ്മുടെ ഈ ഫോട്ടോയൊക്കെ ചിലർ നല്ല ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. യേശുവും മറിയയും ജോസഫും അവരുൾപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ ഫോട്ടോയൊക്കെ നമ്മൾ ഷോപ്പുകളിലും നമ്മുടെ ഭവനത്തിലുമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിനെ തിരുക്കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് തിരുക്കുടുംബം എന്നുള്ള പദം? തിരുക്കുടുംബം, തിരുവത്താഴം, വിശുദ്ധ വിവാഹം. അതെന്താ അങ്ങനെ പറയുന്നത്? അതിനൊക്കെ എന്താണ് ഒരു ചേർച്ച കൂടെ ചേർക്കുന്നത്? എന്തുകൊണ്ടാണ്? വിശുദ്ധ വിവാഹം വെറും വിവാഹമല്ല, പിന്നെന്തുവാ? വിശുദ്ധ വിവാഹം, വിശുദ്ധ വിവാഹ അറിയിപ്പ്, വിശുദ്ധ വിവാഹ വിളിച്ചെല്ല് എന്നൊക്കെ നമ്മൾ പറയും. വിശുദ്ധം എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ ടച്ച് ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ കൈവേല ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. അതുപോലെ തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ദൈവഭവനമാണ്. ദൈവഭവനമായതുകൊണ്ടാണ് തിരുക്കുടുംബം എന്ന് പറയുന്നത്. തിരുവത്താഴം അത് ദൈവത്തിൻ്റെ അത്താഴമാണ്. ദൈവത്തിൻ്റെ അത്താഴം നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവം കഴിച്ച, കർത്താവ് അനുഷ്ഠിച്ചതായിട്ടുള്ള അത്താഴമാണ്. അതാണ് തിരുവത്താഴം. അപ്പോൾ തിരു എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുകയാണ്. കർത്താവിൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് യേശുവിൻ്റെ കുടുംബം ആധ്യാത്മികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭവനമായിരുന്നു. പതിവുപോലെ അവൻ ദേവാലയത്തിൽ പോയി. മറിയയുടെയും ജോസഫിൻ്റെയും ഭവനത്തിൽ ഒരു പതിവുണ്ടായിരുന്നു. എന്താണ് ആ പതിവ്? അവർ ദേവാലയത്തിൽ എല്ലാ ഞായറാഴ്ചയും പോകുമായിരുന്നു. പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ നിന്നും വാച്ച് എല്ലാവർക്കും ഇല്ല. ഇപ്പം നമ്മൾ പറയുമ്പോൾ സ്വർണ്ണക്കരണ്ടിയും കൊണ്ടാണ് ഞാൻ ജനിച്ചതെന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. മനസ്സിലായി? ജനിച്ചെന്തുവാ? സ്വർണ്ണക്കരണ്ടിയും കൊണ്ടാണ്. പക്ഷെ നമുക്ക് ചെറുപ്പകാലത്ത് ഒരു 60 വർഷം മുമ്പോ 75 വർഷം മുമ്പോ ഒരു വാച്ച് നോക്കാൻ ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ പള്ളിയിൽ പോകുന്നത് നിഴൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ മണിയടിക്കുന്നത് കേട്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മണിയടിക്കുന്നു, പള്ളി സമയമായി എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പം നമ്മൾ വാച്ചില്ലാത്ത സമയത്ത് വാച്ചുള്ളതിനേക്കാളും പങ്ക്ച്വലായിട്ട് നമ്മൾ പോകും. എന്താ കാരണം? നമ്മുടെ മനസ്സിൽ ദൈവാരാധനയെക്കുറിച്ചുള്ളൊരു ചിന്ത, ദൈവാരാധനയെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മാതാപിതാക്കൾ നമ്മൾക്ക് പകർന്നു തന്നിട്ടുണ്ട്.
അല്ലേ? ആ പകർന്നു തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിവ് പോലെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്. ഞാനിവിടെ വന്ന ശേഷം ചില മാതാപിതാക്കളുടെ മരണം നടന്നപ്പോൾ അനുശോചന പ്രാർത്ഥനയിൽ, അനുശോചന പ്രസംഗത്തിൽ പള്ളിയിൽ പലരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നടന്ന് കിലോമീറ്ററുകൾ നടന്ന് ദേവാലയത്തിൽ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത് നടന്ന് തിരിച്ച് പോകും. അപ്പോൾ അത് തിരുവഴിയിലാണെങ്കിലും വള്ളിക്കാവിലാണെങ്കിലും മരങ്ങാടാണെങ്കിലും കോട്ടവട്ടത്താണെങ്കിലും അങ്ങനെ പല മാതാപിതാക്കളെക്കുറിച്ച് സാക്ഷ്യം ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കാരണം? ദേവാലയത്തിനും ചില പതിവുകൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സമയകൃത്യത, സമയം നോക്കാനുള്ള സംവിധാനം, ഇലക്ട്രോണിക് മെഷീൻസ് ഒന്നും ഇല്ല, മൊബൈലൊന്നും ഇല്ല, വാച്ചില്ല, ഒന്നുമില്ല എങ്കിലും അന്ന് സമയം കണ്ടുപിടിച്ച് പങ്ക്ച്വലായിട്ട് വരുമായിരുന്നു. കർത്താവിൻ്റെ 12 വയസ്സ് വരെയുള്ള ബാല്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ ബാല്യകാലത്ത് കർത്താവിൻ്റെ മാതാപിതാക്കളോടൊപ്പം അവൻ പതുപോലെ ദേവാലയത്തിൽ പോയി. യേശുവിൻ്റെ കുടുംബം ആധ്യാത്മികതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു കുടുംബമായിരുന്നു. ഫസ്റ്റ് പ്ലേസ് ഗിവൺ ടു സ്പിരിച്വാലിറ്റി, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ മുതൽ കലാലയത്തിലേക്ക് പോവുകയാണ്. കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനായിട്ടുള്ളത് ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരായി നിങ്ങൾ തീരണം. രാവിലെ ഞാൻ സ്തോത്ര പ്രാർത്ഥനയിൽ കുട്ടികളോട് പറഞ്ഞു, ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. അവർ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന ഞാനവരെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനയാണ് ഇപ്പോൾ ചൊല്ലിയത്. കർത്താവേ, എൻ്റെ ബുദ്ധിയിലും എൻ്റെ അനുമാനത്തിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ നോട്ടത്തിലും എൻ്റെ ഭാവത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ വിചാരത്തിലും നീ ഉണ്ടായിരിക്കണമേ എന്നുള്ളത്. അതുകൊണ്ട് ആധ്യാത്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ തീരണം. അതുപോലെ പള്ളിയിൽ പോകുന്ന ഭവനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ നടത്തുന്നതായിട്ടുള്ള ഭവനങ്ങൾ. എന്താണ് ആചാരാനുഷ്ഠാനങ്ങൾ? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ, പതുപോലെ പങ്കെടുക്കുവാനുള്ള ആ ഒരു അനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ നമുക്ക് ചെയ്യുവാനുള്ള പ്രേരണ. പ്രാർത്ഥനകളിൽ നമ്മൾ പങ്കെടുക്കും. ഇവിടെ പല പ്രാർത്ഥനകളിലും 25-30 ഭവനങ്ങളുള്ള ലിസ്റ്റിലുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ചില പ്രാർത്ഥനയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ആൾക്കൂട്ടമാണ്. പല പ്രാർത്ഥനകളും പേര് ഞാൻ പറയുന്നില്ല, നല്ല ആൾക്കൂട്ടമാണ്. അത് വെറും 10-12 ഭവനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തമാണ്. 12 ഭവനങ്ങളിലുള്ള പങ്കാളിത്തം. ബാക്കി ആളുകൾ എന്തെന്ന് ചോദിച്ചാൽ സ്ഥലത്ത് ഇവിടെ ഇല്ല, വളരെ സ്കാറ്റേഡാണ്, പല സ്ഥലങ്ങളിലാണ്. അതുകൊണ്ട് വളരെ നല്ല പ്രാർത്ഥനകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ ചിലയിടത്ത് ചെല്ലുമ്പോൾ ആളുകളെ വാന്ന് വിളിച്ചാൽ പോലും ആളുകൾ വരികയില്ല. ആ ഒരു പ്രവണത നല്ലതല്ല. ഞാൻ സാധാരണ പറയും, നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിക്കാത്തവൻ്റെ വീട്ടിൽ വേറൊരുത്തൻ പോകരുതെന്നാണ് എൻ്റെ ചിന്ത. ഞാൻ അച്ഛൻ എല്ലാവരുടെയും കൂടെ ആളായതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോയേ ഒക്കത്തുള്ളൂ. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും, അങ്ങേപ്പുറത്തെ വീട്ടിൽ വരാത്തവരുടെ വീട്ടിൽ അവരുടെ ചായ അവർ തന്നെ കുടിച്ച് തീർക്കണം, എന്നാലേ അവർ മര്യാദ പഠിക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുപോലെ ആരും ചെയ്യണ്ട. എന്നാൽ നമ്മളെല്ലാവരും ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയായിട്ട് തീരും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 10-12 വീടുകളിൽ നിന്ന് മാത്രമുള്ള പ്രാതിനിധ്യം, ഒരു വീട്ടിൽ കൊള്ളാത്ത പോലെ, ഒരു മുറിയിൽ കൊള്ളാത്ത പോലെ ആളുകൾ കൂടുന്ന പല പ്രാർത്ഥനകളുണ്ട്. എന്നാൽ പല വിഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് വാന്ന് വിളിച്ചാലും 7 പേര് 6 പേര് മാത്രം വരുന്ന 60 വീട്ടുകാരുടെ പ്രാതിനിധ്യമുള്ള, കഴിഞ്ഞ ദിവസം ഒരു വാർഷികം നടന്നപ്പോൾ 60 വീട്ടുകാരുണ്ട് ആ പ്രാർത്ഥനയിൽ. 6 പേരാണ് ആ പ്രാർത്ഥനയിൽ നിന്ന് പങ്കെടുത്തത്. പിന്നെ ഞങ്ങൾ വെളിയിൽ നിന്ന് വന്ന തൊഴിലാളികൾ കുറച്ച് പേരോടുണ്ടായിരുന്നുകൊണ്ട് ഒരു 15 പേരെ തികച്ചു. അതുകൊണ്ട് നമ്മളെല്ലാ വീടുകളിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകണം. അതുകൊണ്ട് മറ്റാളുകൾ വന്നാൽ മാത്രമേ ഈ പ്രാർത്ഥന തികയത്തുള്ളൂ എന്നൊരു ചിന്ത നമുക്ക് ഒരിക്കലും പാടില്ല. നമ്മുടെ ചായ വേറൊരാൾ കുടിക്കുമ്പോൾ അവൻ്റെ ചായയും കുടിച്ചില്ലെങ്കിലും ഒരു തുടമെങ്കിലും ഒന്ന് ചുണ്ടിൽ വെച്ചിട്ട് പോകാനായിട്ടുള്ളൊരു പ്രേരണ നമുക്കുണ്ടാകണം. ചില പതിവുകൾ, ചില പാരമ്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ചില പതിവുകളും പാരമ്പര്യങ്ങളും കർത്താവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ മുറ തെറ്റാതെ അനുഷ്ഠിക്കുന്ന ഒരു ഭവനമായിരുന്നു. രണ്ടാമത് പരസ്പര സ്നേഹവും ധാരണയുമുള്ള ഭവനമായിരുന്നു. മ്യൂച്വൽ ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത് മ്യൂച്വൽ ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടായിരിക്കണം. മാർത്തോമാ സഭയുടെ മേന്മ എന്ന് പറയുന്നത് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് മാർത്തോമാ സഭ നിലനിൽക്കുന്നത്. അനേക ഭവനങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ഇടവകൾ രൂപം കൊള്ളുന്നത് എന്നുള്ള പ്രത്യേകം ഓർക്കണം. ആ വിധവയായ സ്ത്രീ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായം, ഒരു വിധവയായ സ്ത്രീ എലീശാ പ്രവാചകൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, കടം വീട്ടാൻ യാതൊരു മാർഗവുമില്ല, എൻ്റെ 2 ആൺമക്കളെ
ഇപ്പോൾ ആ മോലാളി വന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എലീശാ പ്രവാചകൻ എന്താ പറഞ്ഞു? നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തോ ഉണ്ട്? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ ഒന്നുമില്ല. അപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞു? നീ അയൽ വീടുകളിൽ നിന്നൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങണം, വെറും പാത്രങ്ങൾ കുറവാകരുത്. അപ്പോൾ എന്താണ് അയൽ വീടുകളിൽ നിന്ന് വെറും പാത്രം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ, അയൽ വീടുകളുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ അവിടുന്ന് പാത്രം പറക്കാൻ ഒക്കും. എനിക്കിവിടെ ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ ജയനമ്മയുടെ വീട്ടിൽ പോയി ഗ്ലാസ് പറക്കണമെങ്കിൽ ജയനമ്മയും ഞാനും തമ്മിലൊരു ബന്ധം ഉണ്ടാവണം. അങ്ങേപ്പുറത്ത് അച്ഛൻ്റെ വീട്ടിൽ പോയി, ടോണിയുടെ വീട്ടിൽ പോയി പാത്രം പറക്കണമെങ്കിൽ എനിക്ക് ആ വീടുമായി ഒരു ബന്ധം ഉണ്ടാകും. വീടുകൾ തമ്മിലുള്ള ബന്ധം, അയൽ വീടുകളും തമ്മിലുള്ള ബന്ധം, അയൽ വീടുകളിൽ നിന്ന് വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാനായിട്ടുള്ള ആ ബന്ധം പഴയ നിയമത്തിലെ പഠിപ്പിക്കുന്നുണ്ട്. എലീശാ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകൾ തമ്മിലുള്ള ബന്ധമുണ്ടാവണം. കർത്താവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് പരസ്പര ധാരണയിലും പരസ്പര സ്നേഹത്തിലും കിടക്കുന്ന ഭവനമായിരുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് പരസ്പര സ്നേഹം, ധാരണ, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. കുടുംബങ്ങൾ ഒരുമിച്ച് പെരുന്നാളിന് പോയി എന്നാണ് വായിക്കുന്നത്. കുടുംബങ്ങൾ ഒരുമിച്ച് പെരുന്നാളിന് പോയി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 4ലും 5ലും പഠിക്കുമ്പോൾ അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ഉണ്ട് തൃക്കണ്ണമംഗൽ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്തേക്ക് നടന്ന് വയലിൽ നിന്ന് കൺവെൻഷന് പങ്കെടുക്കുന്നത് കേട്ടിട്ടുണ്ട്. തന്നല്ല ഞാൻ പോയിട്ടുള്ളത്, അവിടെ നിന്നുള്ള പള്ളിക്കാരെല്ലാം പോകും, നടന്നു പോവുകയാണ്. അന്ന് ടോർച്ചൊന്നുമില്ല, ചൂട്ടും കെട്ടിയാണ് പോകുന്നത്. അന്ന് ഈ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പം വയലിൽ പോവുകയാണ് 7 കിലോമീറ്റർ. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല. കുടുംബങ്ങൾ ചേർന്ന് ആരാധനയ്ക്ക് പോകും. പണ്ട് മാരാമൺ കൺവെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാഹന സൗകര്യങ്ങൾ കുറവുള്ള സമയത്ത് ആളുകൾ ചോറും പൊതിയൊക്കെ കിട്ടി നടന്ന് അവർ കിലോമീറ്ററുകൾ നടന്നു പോകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. പഴയ ആളുകളോട് ചോദിച്ചാൽ മതി. അത് തിരുവനന്തപുരത്തുള്ള ആളുകളൊക്കെ നടന്ന് ശബരിമലയ്ക്ക് നടന്നു പോകുന്ന പോലെ മാരാമൺ കൺവെൻഷന് നടന്നു പോകും. എവിടെയെങ്കിലും അടുത്ത വീട്ടിൽ ചിലപ്പോൾ ക്ഷീണം തീർക്കാൻ വേണ്ടി കിടക്കും, അവർ ഭക്ഷണം കഴിക്കും, അവർ പിന്നെയും മാരാമണ്ണ് പോകും. മാരാമണ്ണ് ചെന്നിച്ച് മടങ്ങിയാണ് പോകുന്നത്. അത് ആനപ്രാമ്പാൽ, എടത്വ, അതുപോലെ തന്നെ മലബാറിൻ്റെ പ്രദേശങ്ങൾ, കോഴിക്കോട്, താമരശ്ശേരി, നിലമ്പൂർ, ഈ സ്ഥലങ്ങളിലൊക്കെ ആളുകൾ നടന്നു പോകുന്ന ചരിത്രം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് പെരുന്നാളിന് പോയി യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത് ഓർപ്പിക്കാനായിട്ടുള്ളത് സാമൂഹ്യ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു ഭവനമായിരുന്നു. 44-45 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻറ്റ് കൺസിഡറേഷൻ വാസ് ഗിവൺ ടു സോഷ്യൽ റിലേഷൻഷിപ്പ്. ബന്ധുമിത്രാദികളോടുകൂടെ ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്തു. അതുകൊണ്ട് ബന്ധുമിത്രാദികളോടെ ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമായിരുന്നു ഈ തുരിക്കുടുംബം എന്നുള്ളത് നമ്മളിവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും മുതിർന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം എങ്ങനെ ജ്ഞാനത്തിൽ വളരാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രാരംഭമായി 1-2 പ്രാവശ്യം ഓർപ്പിച്ചല്ലോ. സ്റ്റഡി വെൽ, നല്ലപോലെ പഠിക്കണം. ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. ദേവാലയത്തിൽ പോകുന്നവരായിത്തീരണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിത്തീരണം. പഠിക്കുന്നതിന് മുമ്പ്, പാഠപുസ്തകം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിക്കുന്നവരായിത്തീരണം. സ്കൂളിലേക്ക് പോകുമ്പോൾ, സ്കൂളിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവേ, ഇന്ന് ഒരു അപകടം ഉണ്ടാകാമായിരുന്നു, എന്നാൽ ദൈവം എന്നെ കാത്തു പരിപാലിച്ചു എന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിത്തീരണം. അത് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. സ്റ്റഡി, അതിന് വളരെ പ്രാധാന്യം ഉണ്ടായിരിക്കണം. ഹോം അഫയേഴ്സ്, വീട്ടുകാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുക്കും ചിട്ടയും ജീവിതത്തിൽ വേണം. അതിന് പറയുന്ന ഒരു വാക്കുണ്ട്, സത്യം, കൃത്യം, വൃത്തി. അത് സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്. സത്യം, കൃത്യം, വൃത്തി. എല്ലാ കാര്യങ്ങളും പ്രവൃത്തിയിൽ സത്യമുള്ളവരായിട്ട് തീരണം. കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവരായിട്ട് തീരണം. അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നവരായിട്ട് തീരണം. വൃത്തിയായിട്ട് ചെയ്യുന്നവരായിട്ട് തീരണം. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഡയറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. മഹാന്മാരായിട്ടുള്ള ആളുകളുടെ എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെ എഴുതി സൂക്ഷിക്കുന്ന അതാണ് ഡയറി എന്ന് പറയുന്നത്. നല്ല പേപ്പർ കട്ടിങ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കണം. ഞാൻ പഠിക്കുന്ന കാലത്ത്, സെമിനാരി പഠിക്കാൻ പോകുന്നതിന് മുമ്പ്, അതുപോലെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പലയിടത്തും പ്രസംഗിക്കാനായിട്ടൊക്കെ പോകുമായിരുന്നു. അന്ന് സ്റ്റുഡൻ്റാണ്. അന്ന് ഞാൻ പേപ്പർ കട്ടിങ്സൊക്കെ ഞാൻ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഇത് 25 വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു പേപ്പർ കട്ടിങ്സാണിത്. വിജയത്തിലുള്ള പഞ്ചശീലങ്ങൾ എന്നാണ്. 25 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പേപ്പർ കട്ടിങ്സാണിത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന പേപ്പർ കട്ടിങ്സ് എല്ലാം വീട്ടിലിരിപ്പുണ്ട്, അത് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം
നമുക്ക് ഓർത്ത് പഠിക്കുന്നത് എപ്പോഴും ആവശ്യമാണ്. മസ്റ്റ് കീപ്പ് എ ഡയറി. അത് വളരെ ശ്രദ്ധിക്കണം. ഒന്ന്, ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ഗോഡ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം. 2, നല്ലപോലെ പഠിക്കണം. അടുക്കും ചിട്ടയോടും കൂടി ഉള്ള ജീവിതമായിരിക്കണം. സത്യം, കൃത്യം, വൃത്തി. സത്യമായിട്ടുള്ളതെല്ലാം, വൃത്തിയായിട്ടുള്ളതെല്ലാം, കൃത്യമായിട്ടുള്ളതെല്ലാം ദൈവാരാധനയാണെന്ന് ചിന്തിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രാഥമികമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഇന്നലത്തെ പത്രം വായിച്ചവരൊന്ന് കൈ ഉയർത്തി. കുഞ്ഞുങ്ങൾ, ഇന്നലത്തെ പത്രം വായിച്ചൊരു കൈ ഉയർത്തി. ഒരാൾ പോലും ഇന്നലത്തെ പത്രം വായിച്ചില്ല. നമ്മൾ നാടിനെ അറിയണം, നാട്ടുകാരെ അറിയണം. അതുകൊണ്ട് ഇതിപ്പോൾ ലൈവ് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറയുന്നതെല്ലാം ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. ഇളമ്പക്കാർ കൈ ഉയർത്തില്ലെന്നുള്ളത് ഇപ്പോൾ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രധാനമായിട്ടുണ്ടത് പ്രൈമറി അറിവ് ഉണ്ടായിരിക്കണം. പത്രം വായിക്കണം, നാടിനെ അറിയണം, നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. രാവിലെ എഴുന്നേറ്റ് 7 മണിക്കും 6:30ക്കും സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, ട്യൂഷൻ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ചിലപ്പോൾ പത്രം വായിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. വന്നിട്ട് പത്രം വായിക്കണം. നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത്? ഇന്ന് ഉരുളുപൊട്ടിയോ അല്ലെങ്കിൽ റോഡ് തകർന്നു പോയോ? ഇതൊന്നുമല്ല നോക്കേണ്ടത്. സമൂഹത്തിൽ നടക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സാക്ഷിയെ മരവിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരവസരമാണ് പത്രം വായന എന്ന് പറയുന്നത്. പ്രൈമറി അറിവ് ഉണ്ടായിരിക്കണം. കുരിശ് വരയ്ക്കാൻ അറിയാമോ? കുരിശ് വരയ്ക്കാൻ എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്? കുരിശ് ലൈവ് പോകുന്നുണ്ട്. കുരിശ് വരയ്ക്കാൻ അറിയാമോ? എങ്ങനെയാണ് കുരിശ് വരയ്ക്കുന്നത്? വരച്ച് കാണിച്ചേ. അങ്ങനെ കുരിശ് വരയ്ക്കണം. നമുക്കെല്ലാവർക്കും കുരിശ് വരയ്ക്കാൻ അറിയാം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? കണ്ണടച്ച് കൈ കൂപ്പണം. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വെലങ്ങറ പള്ളിയിൽ ഒരു 55 വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് 58 വർഷമായി കാണാം, 1ാം ക്ലാസ്സിൽ പഠിക്കാൻ ചെന്നപ്പോൾ, അന്ന് ശിശുപ്പാണ് ആദ്യം എന്നെ പഠിപ്പിച്ച അധ്യാപിക. അവർ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കുമ്പം കൈ കൂപ്പി കണ്ണടയ്ക്കണം. ഇന്ന് ഞാൻ വൃദ്ധനായിട്ടും, ഇനി വയസ്സായി, അപ്പോൾ ഈ വയസ്സായ സമയത്തും അന്ന് അധ്യാപിക പറഞ്ഞു തന്നത് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്നും പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ മോനെ കൈകൂപ്പി കണ്ണടയ്ക്കണം എന്ന അധ്യാപിക പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അതെന്നും ഞാൻ ഓർക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ വേണം? അടുത്ത വീട്ടിലോട്ട് ഓടുകയല്ല, അടുത്ത പറമ്പിലോട്ട് ഓടുകയല്ല, പിന്നെ എന്ത് വേണം? നമ്മൾ ആ പ്രാർത്ഥന ഇരിക്കണം. നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുമ്പോൾ നമ്മൾ ആ വീട്ടു പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കണം. ഇപ്പം ഞാനിരുന്ന ചില പള്ളികളിലൊക്കെ ഈ നേർച്ച പ്രാർത്ഥനയുണ്ട്. സ്കൂള് തുറക്കുന്ന സമയത്തും സ്കൂളിലെ പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പും ഈ പ്രാർത്ഥന വീട്ടിൽ വയ്ക്കും. അത് ഉപവാസ പ്രാർത്ഥന തന്നെ വേണമെന്ന് പറയുന്നത് വെക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ ഉപവാസ പ്രാർത്ഥന വെക്കും. 1-2 വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് ഈ പ്രാർത്ഥന വെച്ചത്? അതുകൊണ്ട് പറഞ്ഞു, ഇവിടുത്തെ ചെറുക്കൻ പയ്യൻ അവൻ +2 പരീക്ഷ എഴുതാൻ പോവുക. ഞാൻ പറഞ്ഞു, അവൻ എന്ത്? അവൻ അടുത്ത പറമ്പിൽ കുട്ടിയും കോലും കൊണ്ട് പോയി കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാനായിട്ട് നിരന്തല്യം കൊണ്ട് പോയിരിക്കുകയാണ്. അടുത്ത പറമ്പിൽ പോയിരിക്കുക. ഞാൻ പറഞ്ഞു, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചാൽ, ഈ കുറവ് വെച്ചാൽ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മോനെന്തിയെ പ്രാർത്ഥനയിൽ. വേറൊരു വീട്ടിൽ പ്രാർത്ഥന ചെയ്യുന്നു. അതും ഇങ്ങനെ മോന് പഠിക്കാൻ വേണ്ടി, പരീക്ഷ എഴുതാൻ വേണ്ടി വെച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവന് പ്രാർത്ഥന ഇരിക്കാൻ വയ്യ. പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് അവൻ പപ്സ് പഠിക്കാൻ പോയി. ആശീർവാദം കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത പറമ്പിൽ നിന്ന് ഓടിക്കൊണ്ട് പപ്സും കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമോ? നിൻ്റെ പ്രാർത്ഥന കള്ളപ്രാർത്ഥനയാണ്, കള്ളാരാധനയാണ്. ഈ വ്യാജാരാധനയെ ഒരിക്കലും ദൈവം സ്നേഹിക്കുന്നില്ല. നീ കുടുംബമായി എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന വെച്ചോ. നിൻ്റെ മക്കളും കൊച്ചുമക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരു താല്പര്യം ഉണ്ടാകണം. അതുകൊണ്ട് കുരിശ് വരയ്ക്കുവാനായിട്ട് പഠിക്കണം, പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കണം, ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. മാർത്തോമാ സഭയിൽ എത്ര തിരുമേനിമാരുണ്ട്? എത്ര ഉണ്ട്? വീട്ടിൽ പോയി കലണ്ടർ നോക്കുക. യുവനസിക്കത്തിന് കലണ്ടർ ഉണ്ടല്ലോ, അതിനകത്ത് നോക്കുക. തെറ്റിപ്പോരുത്. കാലം ചെയ്ത ഒരു തിരുമേനിയുടെ പടവും കൂടെ മേളിലുണ്ട്. അതുകൂടെ ചേർത്ത് എണ്ണം പറയരുത്. മാർത്തോമാ സഭയിൽ എത്ര തിരുമേനിമാരുണ്ട്? നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രസിഡൻ്റ് ആരാണ്? യുവജന സഖ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആരാണ്? ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കുരിശ് വരയ്ക്കാൻ പഠിക്കണം. വസ്ത്രം കഴുകാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ തുണി നിങ്ങൾ തന്നെ കഴുകണം. കാലം ചെയ്ത അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് ക്യാമ്പുകളിലെല്ലാം പോയി പറയുമായിരുന്നു, എൻ്റെ തുണി ഞാൻ തന്നെയാണ് കഴുകുന്നത്. ശരിയാ, തിരുമേനി കാലം ചെയ്യുന്നിടം വരെയും തിരുമേനിയുടെ തുണി തിരുമേനി തന്നെയാണ് കഴുകുന്നത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, നിങ്ങളുടെ തുണി നിങ്ങൾ തന്നെ കഴുകണം. ഭക്ഷണം നിങ്ങൾ കഴിക്കണം. പണ്ട് ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഭക്ഷണം കൂടിപ്പോകാനുള്ള കരച്ചിലാണ്. മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ കരച്ചിലാണ്. അതുകൊണ്ട് വസ്ത്രം കഴുകാനായിട്ട് നമ്മൾ പഠിക്കണം, ഇസ്തിരി ഇടാനായിട്ട് പഠിക്കണം, നല്ലപോലെ ഭക്ഷണം കഴിക്കണം, അടുക്കും ചിട്ടയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രാഥമികമായ അറിവ് ജീവിതത്തിൽ നമുക്ക് സിദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സൺഡേ സ്കൂൾ പഠിക്കാൻ വരുന്നൊരു കുട്ടിക്ക് 35% മാത്രമേ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടത്തുള്ളൂ. ബാക്കി 65% വെളിയിൽ നിന്നാണ് പഠിക്കേണ്ടത്. അധ്യാപകർ പഠിപ്പിക്കുകയും വേണം, കുട്ടികൾ പഠിക്കുകയും വേണം.
അതുകൊണ്ട് വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് നാടിനെ അറിഞ്ഞ് വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നീറ്റ്നെസ് അത് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ഒരു കൽപ്പന ഇവിടെ നമ്മൾ വായിച്ച് കേട്ടല്ലോ. അടുത്ത ഞായറാഴ്ചത്തെ കാര്യമാണ്. അത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പ്ലാസ്റ്റിക് ഉപയോഗത്തെക്കുറിച്ചാണ്. ഒരു പ്ലാസ്റ്റിക് തുണ്ടുകളോ മുട്ടായി കടലാസുകളോ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇടുവാൻ പാടില്ല. ഇവിടെ ചില ദിവസങ്ങളിലൊക്കെ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ മാമോദിസയുടെ അവിടെയൊക്കെ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മിഠായിയുടെ പേപ്പറുകൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. ദേവാലയം വളരെ ശുദ്ധിയായിടണം, നമ്മുടെ ഭവനങ്ങൾ ശുദ്ധിയായിടണം, നമ്മുടെ മുറി വളരെ ശുദ്ധിയായിടണം. ഇപ്പോൾ ചില ആളുകളൊക്കെ വീടിൻ്റെ വാതിക്കൽ ഞങ്ങളുടെ അവിടെ ഒന്ന് പറയും, അച്ഛൻ ഒരുപാട് ചെടിയുണ്ടല്ലോ എന്ന് പറയും. വെളിയിലുള്ള സൗന്ദര്യമാണ് അകത്തുള്ളവരുടെയും സൗന്ദര്യം. വെളിയിൽ സൗന്ദര്യമില്ലെങ്കിൽ അകത്തുള്ളവരും വൃത്തികെട്ടവരാ. അപ്പോൾ വെളിയിലുള്ള ഈ മനോഹാരിതയാണ് അകത്തുള്ള മനസ്സിൻ്റെ സൗന്ദര്യമാണ് പുറമേ കാണിക്കുന്നത്. ഇല്ലേ? സംശയമുണ്ടോ? മനസ്സിൻ്റെ സൗന്ദര്യമാണ്, മനസ്സിൻ്റെ പരിശുദ്ധിയും സൗന്ദര്യമാണ് പുറമേ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാതിക്കൽ അറിയാം അകത്തുള്ളവരുടെ. തിരുമേനിമാർ വരുമ്പോൾ പറയും, സൈഡ് റൂമിൽ വരുമ്പോൾ അറിയാം അകത്തുള്ളവരുടെ സ്വഭാവ ഗുണങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ സൈഡ് റൂമും പള്ളിയൊക്കെ പരിസരമൊക്കെ വൃത്തിയാക്കിയിടുന്നത്. നീറ്റ്നെസ് ജീവിതത്തിൽ ആവശ്യമാണ്. ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കി ഉപയോഗിക്കാൻ പാടില്ല, വേസ്റ്റാക്കി കളയരുത്. ലോകത്തിൽ അനേകായിരം ലക്ഷങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ കഴിയുന്നുണ്ട്. ഈ ആഴ്ചകളിലും കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ പത്രം വായിച്ചപ്പോൾ ആ പാലസ്തീനിൽ കുഞ്ഞുങ്ങൾ ഒരു വലിയ പാത്രവുമായി വെള്ളത്തിനും ഭക്ഷണത്തിനും നിൽക്കുന്നത് എൻ്റെ ചങ്ക് പൊടിഞ്ഞുപോയി ആ പടം കണ്ടപ്പോൾ. നിങ്ങളുടെ മനസ്സാക്ഷി ഉണർന്നു എന്നെനിക്ക് അറിയുകയില്ല. അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾ റെഡ് ക്രോസ് കൊണ്ടു കൊടുക്കുന്ന അല്ലെങ്കിൽ യുഎൻഒയുടെ ആഹാരം കൊണ്ടു കൊടുക്കുന്നത് ദിവസങ്ങളോളം വന്നിട്ടില്ല. അതിനുവേണ്ടി കൈ നീട്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ബംഗാൾ, ബീഹാർ മുതലായ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ ജനിച്ച് വളർന്ന ധാരാളം കുട്ടികളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആളുകൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ഉച്ഛിഷ്ടമാണ് അവർ ഭക്ഷിക്കുന്നത്. ഒരിക്കൽ അമൃത്സർ എക്സ്പ്രസ് അസൻസോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഒരു ട്രെയിൻ കാത്ത് ഇരിക്കുകയാണ്. ആ അസൻസോൾ റെയിൽവേ സ്റ്റേഷനിൽ കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ട് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തി നോക്കി. ആ ഹോട്ടലിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന നൂറുകണക്കിന് കുട്ടികൾ. അത് കൊടുക്കാതെ പോയപ്പോൾ നിലവിളിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നമ്മുടെ വീട്ടിൽ വേസ്റ്റാക്കി കളയുന്ന എത്രയോ ഭക്ഷണം കൂടിപ്പോയതുകൊണ്ട് കുട്ടികൾ നിലവിളിക്കുകയാണ്. ഭക്ഷണം കഴിക്കുവാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളെയും കുട്ടികൾക്ക് ഇഷ്ടമല്ല. നോട്ട് വേസ്റ്റ് ദി ഫുഡ്, അത് നാച്ചുറൽ വേസ്റ്റാണ്, ദേശീയ നഷ്ടമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന അനേകായിരങ്ങൾ ലക്ഷങ്ങൾ നമ്മുടെ വീടുകളിലുണ്ട് എന്നുള്ളത് ഓർക്കണം. നമ്മൾ വായിച്ചതായിട്ടുള്ള കുറിവാക്യം യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിൽ വന്നു എന്നുള്ളതാണ്. ജ്ഞാനത്തിലും ദൈവകൃപയിലെ പരിജ്ഞാനത്തിലും വളർന്നു വന്നു എന്നുള്ളതാണ്. അടുത്ത എനിക്ക് പറയാനായിട്ടുള്ള ഡ്രസ് കോഡ് റിവീൽസ് അവർ ഐഡൻറ്റിറ്റി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ടീഷർട്ടൊക്കെ ഇടുന്ന കാര്യം പറഞ്ഞു. ടീഷർട്ട് ഇടുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. പക്ഷെ വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പം കോളറുള്ള ടീഷർട്ടെങ്കിലും ഇട്ടുകൊണ്ടേ വരാവും. ഈ വോളിബോൾ കളിക്കാൻ പോകുന്നവരുടെ കൂട്ട് പിന്നെ ഫുൾബോട്ട് കോട്ടിൽ പോകുന്നതുപോലെ പുലിയുടെ പടവുള്ള കറുത്ത ടീഷർട്ട് ഇട്ടുകൊണ്ട് വരരുത്. പള്ളിയിൽ വരുമ്പോൾ അല്പം വൈറ്റ്നെസ്സുള്ള നീറ്റ്നെസ്സുള്ള ടീഷർട്ട് ഇട്ടോ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ കോളറുള്ളത് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അറ്റവും മുറിയും കേട്ടേച്ച് അവിടെയും പോയി പറയുന്നവരുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ ഈ പറഞ്ഞത്, അറ്റവും മുറിയും കേൾക്കരുത്. അതുകൊണ്ട് ടീഷർട്ടൊക്കെ ഇടുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ടീഷർട്ട് ഇട്ടു, പക്ഷേ ഞാൻ ടീഷർട്ട് ഇടും. എന്നാൽ കോളറുള്ള ടീഷർട്ടായിട്ട് എല്ലാം കൂടെ വെട്ടി ഇറക്കി താഴോട്ടിട്ട് പുറകിലത്തെ മുമ്പിലത്തെ എല്ലാം കണ്ടിട്ട് വരുന്ന ടീഷർട്ട് ഇട്ട് ആരാധനയിൽ വരരുത്. അതൊരു അഭംഗിയാണ്. ഡ്രസ് കോഡ് റിവീൽസ് അവർ ഐഡൻറ്റിറ്റി. നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിൽ കൂടെ. ഇന്നലെ മാധ്യമത്തിൽ എവിടെയോ വായിച്ചു, നീ നല്ലപോലെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്താൽ നിന്നെക്കുറിച്ചുള്ള ബഹുമാനം വർദ്ധിക്കത്തേ ഉള്ളൂ. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. ഒരിക്കൽ ഞാൻ വിദേശത്തൊരു ഷോപ്പിംഗ് മാളിൽ ചെന്നു. 2 പിള്ളേർ എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ സർക്കസ് കളിക്കുന്ന പോലെ യാത്ര ചെയ്യുകയാണ്. ഞാൻ അവരെ സൂക്ഷിച്ച് നോക്കി, എവിടെയോ കണ്ട് പരിചയം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എവിടെയോ ഒരു ടാൻസാനിയക്കാരിയോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറങ്ങിയ മദാമ ആയിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നോക്കി നിന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഹായ് അച്ഛാ. എൻ്റെ പള്ളിയിൽ വരുന്ന 2 പിള്ളേരായിരുന്നു. തലേന്ന് കുർബാനയിൽ പങ്കെടുത്ത പിള്ളേരാണ്. എന്നെ കണ്ടപ്പോൾ ഹായ് അച്ഛാ എന്ന് പറയുകയാണ്. എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും അവരെന്നെ ഹായ് അടിക്കുകയാണ്. എന്താ, എന്നെ വിഷയമാണ്, അവർ വിഷയമാണ്. അതുകൊണ്ട് ഡ്രസ് കോഡ് ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. ഭക്ഷണം വേസ്റ്റായി കളയരുത്. കൃത്യനിഷ്ഠ,
സത്യനിഷ്ഠ ജീവിതത്തിലുണ്ടായിരിക്കണം, പങ്ക്ച്വാലിറ്റി ജീവിതത്തിലുണ്ടായിരിക്കണം. അപ്പോൾ പരിജ്ഞാനത്തിൽ വളരുവാൻ നമ്മൾ വായിച്ചതായിട്ടുള്ള കുറിവാക്യം ഇതാണ്: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1, യേശുവിൻ്റെ കുടുംബം അത്യാത്മീയതയ്ക്ക് പ്രഥമ സ്ഥാനം നൽകിയിരുന്നു. 2, പരസ്പര സ്നേഹവും ധാരണയും അവൾ വളർത്തിയിരുന്നു. 3, സാമൂഹ്യ ബന്ധങ്ങൾക്ക് പരിഗണന നൽകിയിരുന്നു. അതുകൊണ്ട് ആ സാമൂഹ്യ ബന്ധങ്ങളുടെ കാര്യങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. സിഗ്നിഫിക്കൻസ് കൺസിഡറേഷൻ വാസ് ഗിവൺ ടു സോഷ്യൽ റിലേഷൻഷിപ്പ്. ബന്ധുമിത്രാദികളിലൂടെ അവർ യാത്ര ചെയ്തു. കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി മാതാപിതാക്കൾ പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മ യേശുവിനോട് ചോദിച്ചു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത്? അതുകൊണ്ട് യേശു അന്നേരം മറുപടി പറഞ്ഞു. എന്തോ പറഞ്ഞു? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ മറിയതെല്ലാം ഹൃദയത്തിൽ സംഭരിച്ചു. മറിയതെല്ലാം ഹൃദയത്തിൽ സംഭരിച്ചു. ആ മറിയയ്ക്ക് വളരെ വലിയൊരു റോൾ ഉണ്ടായിരുന്നു. ആ രക്ഷാകരമായ ദൗത്യത്തിൽ പങ്കുചേരുവാൻ വേണ്ടി, കർത്താവിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൽ ഒരു മകനെ ലോകത്തിന് സംഭാവന ചെയ്യുവാൻ തക്കവണ്ണം മറിയയ്ക്ക് ഒരു വലിയ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. യേശുവോ ജ്ഞാനത്തിലും കൃപയിലും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും വളർന്നു വന്നു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും വളർന്നു വന്നു. പ്രാർത്ഥിക്കാം. ആ മൈക്കും കൊണ്ട്